കൊല്ലത്തെ കലോത്സവ വേദികളിൽ കഥകളിക്ക് ആട്ടവിളക്ക് തെളിഞ്ഞപ്പോൾ അതൊരു ചരിത്ര കൗതുകമായി കൂടി മാറി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇതേ മണ്ണിൽ പിറന്ന കലയ്ക്ക് മാറ്റുകൂട്ടാൻ യുവാക്കൾ അരങ്ങിൽ മത്സരിക്കുന്ന കാഴ്ച. കോഴിക്കോട് സാമൂതിരി കൃഷ്ണനാട്ടം, വടക്കൻ കേരളത്തിൽ കൃഷ്ണനാട്ടം കോഴിക്കോട് സാമൂതിരിയുടെ നേതൃത്വത്തിൽ ഒരു കലാരൂപം ഉണ്ടായി, കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഉണ്ടായി. അപ്പോൾ തിരുവിതാംകൂറിൽ ഇത് കേട്ടറിഞ്ഞപ്പോൾ കൃഷ്ണനാട്ട സംഘത്തെ തിരുവിതാംകൂറിലേക്ക് ക്ഷണിച്ചു കൊട്ടാരക്കര തമ്പുരാൻ. കൊട്ടാരക്കര തമ്പുരാൻ്റെ ആ ക്ഷണം കോഴിക്കോട് സാമൂതിരി നിരസിക്കുകയാണ് ഉണ്ടായത്. തിരുവിതാംകൂറുകാർക്ക് കൃഷ്ണനാട്ടം കാണാനുള്ള ശേഷിയില്ല, അല്ലെങ്കിൽ അത് കണ്ട് ആസ്വദിക്കാൻ ഉള്ള ജ്ഞാനമില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളി. അപ്പോൾ ഇതിൽ വിഷമം തോന്നിയ കൊട്ടാരക്കര തമ്പുരാൻ കൃഷ്ണനാട്ടത്തിന് സമാനമായി രാമനാട്ടം എന്ന കലാരൂപം ഉണ്ടാക്കി. പിന്നെ ഒരുപാട് ഇതിഹാസങ്ങളും വീരചരിത്രങ്ങളും കളിവിളക്കുകൾക്ക് മുന്നിൽ നിറഞ്ഞാടി. കഥകളും കഥാപാത്രങ്ങളും കഥകളിയെ സമ്പന്നമാക്കി. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന തുണി പോലുള്ള, മരം പോലുള്ള അവശ്യ വസ്തുക്കളുടെ സാന്നിധ്യത്തിൽ ഇന്നിപ്പോൾ ആ സ്ഥാനത്ത് ഇന്നിപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു, ഫൈബർ ഉപയോഗിക്കുന്നു, തെർമോക്കോൾ ഉപയോഗിക്കുന്നു. ഇന്ന് കലോത്സവത്തിന്റെ ഗ്ലാമർ ഐറ്റമാണ് കഥകളി. തട്ടിലാടാത്ത കഥകളില്ല. കൊട്ടാരക്കരയുടെ കോട്ടവിട്ട കഥ ഏറെ സഞ്ചരിച്ചു. മുറ്റത്ത് ആടി നിറയുന്ന വേഷങ്ങൾ കണ്ട് നിറഞ്ഞു ചിരിക്കുന്നുണ്ടാവാം തമ്പുരാൻ. കാലത്തിന്റെ കൈപിടിച്ച് മുന്നേ നടക്കുകയാണ് കല. രൂപത്തിലും ഭാവത്തിലും സ്വയം പരിണമിച്ച കഥകളി ജനപ്രിയ കലാരൂപമായി മാറുന്നു. കലോത്സവാരങ്ങളിൽ കളിവിളക്കുകൾ കെടാതെ കത്തുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ഫെബിനൊപ്പം റിപ്പോർട്ടർ ശ്രുതി എസ്, ഇൻ റിപ്പോർട്ടർ.